ഹായ്. ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് 8 ഭാഗങ്ങളായിട്ട് ലോകത്തിലെ മുഴുവൻ ഇംഗ്ലീഷ് വേർഡ്സും ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നൗണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓരോ വാക്ക് കാണുമ്പോൾ ഇത് 8 ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ കുറേ നൗൺസ് നമുക്ക് നോക്കാം. ആനിമൽസ് നൗണാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കുറച്ച് നൗൺസ് ഞാൻ പറയാം. പിന്നെ ആൻറ്റലോപ്പ് ഒരു നൗണാണ്. പിന്നെ ബീവർ, ചീറ്റ, ഡോങ്കി, ഈൽ, ഫാൽക്കൺ, ജിറാഫ്, ജെല്ലി ഫിഷ്, ഇതൊക്കെ എന്താണ്? നൗൺസാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഒരു വാക്ക് തുടങ്ങുമ്പോഴാണെങ്കിൽ ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നൗണാണ്. ഇനി ചിലപ്പോൾ നമ്മുടെ ഒരു തൊഴിൽ ഓക്കുപ്പേഷൻസ് ചിലപ്പോൾ നമുക്ക് നൗണായിട്ട് വരും. ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻറ്റ്, ബയോളജിസ്റ്റ്, കാർപ്പൻ്റർ, ഡെൻറ്റിസ്റ്റ്, എൻജിനീയർ, ഫ്ലോറിസ്റ്റ്, ജിയോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ, ഇല്ലുസ്ട്രേറ്റർ, ജഡ്ജ്. അതുപോലെ തന്നെ നമുക്ക് നൗണായിട്ട് എടുക്കാവുന്നത് പ്ലേസസ്. എയർപോർട്ട് പ്ലേസാണ്. ക്യാപിറ്റൽ, ഡെസേർട്ട്, എസ്റ്റേറ്റ്, ഫാക്ടറി ആൻഡ് ഗാലറി, ഹാർബർ, ഇൻ, ജംഗ്ഷൻ. അതുപോലെ നൗണാണ് ഫുഡിനകത്ത് നമ്മൾ പറയുമ്പോൾ ആമണ്ട്സ്, ബ്രൊക്കോളി, ചീസ് ആൻഡ് എക്സ്പ്രസോ, ഗ്രേപ്സ്, ഹമ്മൂസ്, ഐസ്ക്രീം, ജാം. അതുപോലെ വീണ്ടും നൗണാണ് ക്ലോത്തിങ്, ഏപ്രിൻ നൗണാണ്. അതേപോലെ തന്നെ ബ്ലൗസ്, കോട്ട്, ഡ്രസ്, ഗ്ലൗസ്, ഹാറ്റ്, ജീൻസ്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സ്, അഡാപ്റ്റർ നൗണാണ്. ബ്ലെൻഡർ, ക്യാമറ, ഡ്രോൺ, ഇയർഫോൺ, ഫ്ലാഷ് ലൈറ്റ്, ജനറേറ്റർ, ഹാർഡ് ഡ്രൈവ്, ഐപാഡ്, ജോയ്സ്റ്റിക്ക്. അതുപോലെ നൗണാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫർണിച്ചേഴ്സും. ആം ചെയർ നൗണാണ്. ആൻഡ് ബെഞ്ച്, ക്യാബിനറ്റ്, ഡെസ്ക്, ഗ്രിൽ, ഹമോക്ക്, ഐലൻഡ് കിച്ചൺ, ജക്കൂസി. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും നൗണാണ്. ആംബുലൻസ് നൗണാണ്. ബൈസിക്കിൾ, കനോയ്, ഡംപ് ട്രക്ക്, എലവേറ്റർ, ഫെറി, ഗ്ലൈഡർ, ഹെലികോപ്റ്റർ, ഐസ് ബ്രേക്കർ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടൂളുകളും നൗണാണ്. ആൻവിൽ, ബോൾട്ട് കട്ടേഴ്സ്, ഡ്രിൽ, എഡ്ഗർ, ഫയൽ, ഗേഗ്, ഹൂക്ക്, ഇങ്ക്വെൽ, ജാക്ക് ഹാമർ. അതുപോലെ നമ്മുടെ ഓരോ ബോഡി പാർട്സ് പറയുമ്പോഴും അതെന്താണ്? അത് നൗണാണ്. ആംഗിൾ, ബ്രെയിൻ, ചെസ്റ്റ്, എൽബോ, ഫിംഗേഴ്സ്, ഗം, ഹീൽ, ഇൻറ്റസ്റ്റൈൻ, ജോ, കിഡ്നീസ്. അതുപോലെ നമ്മൾ നേച്ചറിലുള്ളതിനെ പറയാം. ആർക്കിയോപിലാഗോ നൗണാണ്. ബ്രൂക്ക്, കനോയ്, ഡ്യൂൺ, എസ്റ്റുറി, ഗ്രോവ്, ഹിൽ ടോപ്പ്, ഐസ്ബർഗ്, ജംഗിൾ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതെല്ലാം അക്കോർഡിയൻ, ബാൻജോ, സെല്ലോ, ഡ്രം, ഇലക്ട്രിക് ഗിറ്റാർ, ഫ്ലൂട്ട്, ഗിറ്റാർ, ഹാർമോണിക്ക, ഐവറി, ജഗ്. വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഓരോ ഐറ്റംസും നമ്മൾ എടുക്കുമ്പം അതെല്ലാം നൗണാണ്. അലാം ക്ലോക്ക്, ബ്ലാങ്കറ്റ്, ഡിറ്റർജൻറ്റ്, എൻവലപ്പ്, ഫാൻ, ഗ്ലാസ്, ഹാങ്കർ, അയൺ, ജാർ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി, അജണ്ട, ബൈൻഡർ, ക്രയോൺ, ഡിവൈഡർ, എറൈസർ, ഫോൾഡർ, ഗ്ലൂ സ്റ്റിക്ക്, ഹൈലൈറ്റർ, ഇൻഡെക്സ് കാർഡ്, ജേണൽ.
അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗെയിംസ്, സ്പോർട്സ്, ആർച്ചറി, ബൗളിംഗ്, ചെസ്, ഡിസ്കസ് ആൻഡ് ഫുട്ബോൾ, ഗോൾഫ്, ഹോക്കി, ജാവലിൻ, കിക്ക് ബോൾ. അതുപോലെ തന്നെ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, അതിനകത്ത് നമ്മൾ പറയുന്ന സംഭവങ്ങളെല്ലാം ആൾജിബ്ര നൗണാണ്. ബാക്ടീരിയ, കോമ്പൗണ്ട്, ഡിസർട്ടേഷൻ, ഇക്കോസിസ്റ്റം, ഫോസിൽ, ജിയോമെട്രി, ഹിപ്നോസിസ്, ഐസോട്ടോപ്പ്, ജക്സ്റ്റാപോസിഷൻ. അതുപോലെ തന്നെ ഹെൽത്തിൽ നമ്മൾ പറയുന്ന ഹെൽത്ത് ആൻഡ് മെഡിസിൻ, ആൻറ്റിബയോട്ടിക് നൗണാണ്. ബാൻഡേജ്, ക്യാപ്സൂൾ, ഡയഗ്നോസിസ്, ഇലക്ട്രോലൈറ്റ്, ഫ്രാക്ചർ, ഹിമോഗ്ലോബിൻ, ഇൻഹെയിലർ, ജോണ്ടിസ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ആൻഡ് ഷേപ്സ്, ആംഗിൾ, ബ്രാക്കറ്റ്, സിലിണ്ടർ, ഡയമീറ്റർ, എക്ലിപ്സ്, ഫ്രാക്ഷൻ, ഗ്രിഡ്, ഇൻ്റർവെൽ, ജംഗ്ഷൻ. അതുപോലെ നമ്മൾ ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടിംഗ്, അൽഗരിതം, ബ്രൗസർ, കോഡ്, ഡാറ്റാബേസ്, എൻക്രിപ്ഷൻ, ഫയർവാൾ, ജിഗാബൈറ്റ്സ്, ഹോസ്റ്റ്, ഇൻ്റർഫേസ്, ജാവാസ്ക്രിപ്റ്റ്. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് ലിറ്ററേച്ചർ ആൻഡ് റൈറ്റിങ്സ്, ആന്ത്രോപോളജി ആൻഡ് ബിബ്ലിയോഗ്രഫി, ചാപ്റ്റർ നൗണാണ്. ഡയലോഗ്, എപ്പിലോഗ്, ഫിക്ഷൻ, ജോൺഡ്രെ, ഹൈക്കു, ഇമേജറി, ജാർഗൻ. അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ്, ബ്ലൂ പ്രിൻറ്റ്, ക്യാൻവാസ്, ഡോം, ഈസൽ, ഫ്രെസ്കോ, ഗാലറി, ഇല്ലുസ്ട്രേഷൻ. അതുപോലെ നമ്മൾ കോസ്മോളജി ആൻഡ് സ്പേസ്, ആസ്ട്രോയിഡ് നൗണാണ്. ബ്ലാക്ക് ഹോൾ നൗണാണ്. കോമറ്റ്, ഡാർക്ക് സ്റ്റാർ, എക്ലിപ്സ്, ഗാലക്സി, ഹൊറൈസൺ, ഇൻഡർസ്റ്റെല്ലർ ആൻഡ് ജെറ്റ് പ്രൊപ്പൽഷൻ. അതേപോലെ തന്നെ നമ്മൾ കുലിനറി ഐറ്റംസ് ടേംസ്, ഇവിടെ ബ്രോത്ത്, കമ്പോട്ട്, ടഫ്, എയർട്രി, ഫില്ലറ്റ്, ഗാർണിഷ്, ഇൻഫ്യൂഷൻ, ചുലീനെ. അല്ലെങ്കിൽ നമ്മൾ ജിയോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത് ബേസിൻ, കോണ്ടിനെൻറ്റ്, ഡെൽറ്റ, ഇക്വേറ്റർ, ഫുട് ഹിൽ, ഗ്ലേഷ്യർ, ഹൈലാൻഡ്, ഇസ്തുമസ്. ഇതെല്ലാം എന്താണ്? നൗണാണ്. വെതർ, അറ്റ്മോസ്ഫിയർ ഫിനോമിനൊക്കെ ബ്ലിസാർഡ്, സൈക്ലോൺ, ഡ്യൂ, ഫോഗ്, ഗസ്റ്റ്, ഹെയിൽ, ഐസ്റ്റോം, ജെറ്റ് സ്ട്രീം, ലൈറ്റനിങ്. ഇല്ലെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ്, അവിടെ വരുന്ന ബീം, കോളം, ഡ്രേവാൾ, എലവേഷൻ, ഫ്രെയിംവർക്ക്, ഹോയിസ്റ്റ്, ഇൻസുലേഷൻ ആൻഡ് ജോയിസ്റ്റ്, കീസ്റ്റോൺ. അതുപോലെ നമുക്ക് ഓഫീസ് ആൻഡ് ബിസിനസ്, അതിനകത്ത് നമുക്ക് പറയാവുന്ന നൗണാണ് അജണ്ട, ബ്രീഫ് കേസ്, ക്ലിപ്പ് ബോർഡ്, ഡിവിഡൻറ്റ്, എൻട്രപ്രനർ, ഫിസ്ക്കൽ, ഗ്രാഫ്, ഹെഡ് ക്വാർട്ടേഴ്സ്, ഇൻവോയ്സ്, ജോയിൻറ്റ് വെഞ്ചർ. അതുപോലെ മറൈൻ ആൻഡ് നോട്ടിക്കൽ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആങ്കർ, ബോ, കാമ്പസ്, ഡോക്ക്, എംബാർക്ക്, ഇംഗ്ലെറ്റ്, ജെട്ടി. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്, ഓ, ബ്ലിസ്, കമ്പാഷൻ, ഡിലൈറ്റ്, എമ്പതി, ഫ്രസ്ട്രേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹോപ്പ്, ഇൻഡിഗ്നേഷൻ, ജോയ്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലീഗൽ ടേംസ് അഫിഡേവിറ്റ്, ബെയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫെൻഡൻറ്റ്, എവിഡൻസ്, ഫെലനി, ജഡ്ജ്, ഹിയറിംഗ്, ഇൻഡിക്ട്മെൻറ്റ്, ജൂറിസ്ഡിക്ഷൻ. ഇതെല്ലാം നമുക്ക് നൗണാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, ഇതിപ്പോൾ സാമ്പിളായിട്ട് തന്നാൽ നമ്മളൊന്ന് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ, ഈവനിങ് കോഴ്സിനകത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമിനകത്ത് 2000 ഇതേപോലത്തെ 2000 നൗണും അതിൻ്റെ ഓഡിയോയും ഉണ്ടാവും. അത് നമ്മൾ കേട്ട് കേട്ട് സെൻസിറ്റൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏതാണ്ടൊരു പിടുത്തമുണ്ട്, ഇന്ന കാര്യങ്ങളെല്ലാം വരുന്നതൊക്കെ നൗണാണ്. ഓ, അത് നൗണാണ്. പല പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പിടുത്തം കിട്ടും, അതൊക്കെ നൗണാണ്. അപ്പോൾ നൗൺ എന്താണ് ഇൻ സെൻസ് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ, സ്ഥലം, ഐഡിയ, തിങ്സ്, വീട്ടിലുള്ള സാധനങ്ങൾ, ഇതിൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം നൗണായിട്ട് വരുമെന്നും ആൾക്കാരുടെ പേര്, മൂവിയുടെ പേര്, പുസ്തകങ്ങളുടെ പേര്, ജീവികളുടെ പേര്, ഇതെല്ലാം നൗണായിട്ട് വരുമെന്നുള്ളതും എന്തെങ്കിലും ആക്ഷൻ ഉള്ള സംഭവങ്ങളെല്ലാം വെർബായിട്ട് വരുമെന്നുള്ളത്. ഞാനിപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് വേർബ്സ് എന്തൊക്കെ വരും, അപ്പം അത് നമുക്കൊന്ന് സെൻസിറ്റൈസ് ചെയ്യണം. അതിനകത്ത് തന്നെ പല ഇതുണ്ട്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അഡ്വേർബ്സ് എന്തൊക്കെയാണ്, അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. അപ്പം ഇത് പ്രധാനമായിട്ട് ഈ 4 എണ്ണം നമുക്ക് കിട്ടിക്കഴിയുമ്പം പിന്നെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. ഈ 4 എണ്ണമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, കൺഫ്യൂസ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഏതാണ്ടൊരു ഈ സാമ്പിളിലൂടെ 2-3 പ്രാവശ്യം, നിങ്ങൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തീരില്ല, 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോൾ നൗൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തറവായി കിട്ടും. അപ്പോൾ എവിടെ നൗൺ, എത്ര റണ്ണിങ് മാറ്റേഴ്സിനകത്ത് നൗൺ കിട്ടിയാൽ ഇത് നൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ നമുക്ക് എപ്പോഴും തുടങ്ങുമ്പം ഏതാശയം തുടങ്ങുമ്പോൾ നമുക്ക് നൗൺ വെച്ചിട്ട് തുടങ്ങാം. സബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, പലപ്പോഴും ടെക്നിക്കലി പറയുമ്പോൾ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പം സബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം, നൗൺ വെച്ചിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. ഓൾ ദി ബെസ്റ്റ്.